പോർട്ടർ ഇംപാക്ട് ലോൺ തുക പലിശ സഹിതം അടച്ചു തീർത്തിട്ടും ബാങ്ക് അധികൃതർ കൈവശപ്പെടുത്തിയ ആധാരം ഒടുവിൽ അർഹർക്ക് തിരിച്ചുകിട്ടി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് പാലക്കാട് കടമ്പഴിപ്പുറം വേട്ടേക്കര സ്വദേശികളായ കുടുംബത്തിന് ആധാരം തിരിച്ചുകിട്ടിയത്. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് അധികൃതരാണ് ലോൺ തുക പലിശ സഹിതം ലഭിച്ചിട്ടും ആധാരം പിടിച്ചുവെച്ചത്. അമ്മ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു, അത് ഞങ്ങൾ തിരിച്ചടച്ചു. അപ്പോൾ ഒരു ആധാരം ഞങ്ങൾക്ക് തന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പശുവിൻ്റെ ഒരു ലോൺ കൂടി അടയ്ക്കാണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. പക്ഷേ അമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ നമ്മൾ ലോൺ അടയ്ക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ ബാക്കിയുള്ളവർ ചോദിച്ചാൽ പറഞ്ഞു. റിപ്പോർട്ട് ഞാൻ വാർത്ത തന്ന് കൊടുത്തിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ആധാരം തിരിച്ചു കിട്ടി. അവരാരും വിളിച്ചതൊന്നുമില്ല അതിനെക്കുറിച്ച്. ഞങ്ങൾ പോയി അന്വേഷിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് കൈ ചെയ്ത് ആദ്യം പശുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. നമ്മൾ പങ്കുവച്ച ഒരു വാർത്തയിൽ കൂടി ഇടപെടലാകുന്നു, ആ കുടുംബത്തിനൊരു ആശ്വാസമാകുന്നു. അവർ വഴിയാധാരമാകാതെ അവരുടെ ആധാരം തിരിച്ചു കിട്ടുന്ന ഒരു നല്ല വാർത്ത, അത് നമുക്കും ഒരു സന്തോഷം നൽകുന്നതല്ലേ ഇക്ബാൽ? സുജി, തീർച്ചയായും പാലക്കാട് കടമ്പഴിപ്പുറം വേട്ടേക്കര സ്വദേശികളായിട്ടുള്ള ഹരീഷിനും സുരേഷിനും ഇവർ സഹോദരങ്ങളാണ്. ഇവരുടെ അമ്മ മീനാക്ഷി വർഷങ്ങൾക്ക് മുമ്പാണ് കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ വീടിന്റെ ആധാരം പണയം വെച്ച് ഒരു വായ്പ എടുക്കുന്നത്. മീനാക്ഷി കഴിഞ്ഞ വർഷം മരിച്ചു പോകുന്നു. ഇതിന് പിന്നാലെ ഈ രണ്ട് മക്കൾ ചേർന്ന് ഈ വായ്പാ തുക പൂർണ്ണമായും അടയ്ക്കുന്നു. അത് പലിശ സഹിതമാണ് ഈ വായ്പാ തുക പൂർണ്ണമായും ഹരീഷും സുരേഷും ചേർന്ന് അടയ്ക്കുന്നത്. പക്ഷേ ഇവർക്ക് ഈ ആധാരം തിരിച്ചു നൽകുന്നില്ല. അങ്ങനെ എന്തുകൊണ്ട് ആധാരം നൽകുന്നില്ല എന്ന് ബാങ്കിലേക്ക് എത്തി ചോദിച്ചപ്പോൾ മീനാക്ഷിയും മറ്റു ചില സുഹൃത്തുക്കളും ചേർന്ന് ഈ ബാങ്കിൽ നിന്ന് ഒരു പശു വാങ്ങുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു വായ്പ എടുത്തിരുന്നു. ആ വായ്പ കൂടി തിരിച്ചടയ്ക്കുകയാണെങ്കിൽ മാത്രമേ ആധാരം നൽകുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇത് തെറ്റാണ്, ഇത് ക്രമക്കേട്, അല്ലെങ്കിൽ ഇതൊരു ഒട്ടും നീതിപൂർവമായിട്ടുള്ള ഒരു നടപടിയല്ല എന്ന് ഈ രണ്ടുപേരും പറയുന്നെങ്കിലും ബാങ്ക് അധികൃതർ അത് സ്വീകരിച്ചിരുന്നില്ല. ഇവരെ ഒരുപാട് തവണ ഇട്ട് ചുറ്റിക്കുന്നു. അങ്ങനെയാണ് ഈ ഹരീഷിനും സുരേഷിനും നമ്മുടെ അരികിലേക്ക് ഒരു ഇടപെടൽ തേടി വരുന്നു. അങ്ങനെ റിപ്പോർട്ടർ ഈ വിഷയം അധികാരികളിലേക്ക് എത്തുന്നു, ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥർ ഈ വിവരം അറിയുകയും ഇതിലൊരു ഇടപെടൽ നടത്തുകയായിരുന്നു. ഏതായാലും കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഇവർക്ക് അർഹമായിട്ടുള്ള ആധാരം നിലവിൽ തിരിച്ച് നൽകിയിട്ടുണ്ട്. അത് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ മീനാക്ഷിയുടെ മക്കളായിട്ടുള്ള ഹരീഷും സുരേഷും രണ്ടുപേരും കൂലിപ്പണി എടുത്താണ് കുടുംബം പോറ്റുന്നത്. ആ രണ്ടുപേരും കഷ്ടപ്പെട്ടാണ് അമ്മ എടുത്ത് ആ വായ്പാ തുക തിരിച്ചടച്ചത്. ഏതായാലും ഒരുപാട് പോരാട്ടം നടത്തി അവർ ഇപ്പോൾ ആ ആധാരം തിരിച്ചു കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിലാണ്. അതിൽ പങ്കുചേർന്ന സന്തോഷമാണ് നമുക്കും പങ്കുവെക്കാനുള്ളത്. ഓക്കെ, നമുക്ക് കൂടുതൽ വാർത്തകളിൽ ഇടപെടാം, കൂടുതൽ മനുഷ്യർക്ക് നീതി വാങ്ങിക്കൊടുക്കാം. താങ്ക് യു ഇക്ബാൽ അറക്കൽ.